വീണ്ടും പോരടിച്ച് സർക്കാരും ഗവർണർ. ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരിനെ പുതിയ തലത്തിലേക്ക് എത്തിക്കുന്നതാണ് ഭാരതമാതാ വിവാദം. ആരിഫ് മുഹമ്മദ് ഖാനും സർക്കാരും തമ്മിലുള്ള തർക്കം അധികാരത്തെ ചൊല്ലിയുള്ളതായിരുന്നുവെങ്കിൽ ഇപ്പോഴത്തേതിന് പ്രത്യയശാസ്ത്ര മാനവുമുണ്ട്. ഭാരതമാതാവിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്ന് ഗവർണർ വ്യക്തമാക്കി കഴിഞ്ഞു. RSSകാരുടെ ഭാരതമാതാവിനെ അംഗീകരിക്കില്ലെന്ന് സർക്കാരും നിലപാടെടുക്കുന്നതോടെ ഏറ്റുമുട്ടൽ വരും ദിവസങ്ങളിൽ രൂക്ഷമാക്കും. RSSകാരനായിരുന്നില്ലെങ്കിലും ആ പ്രത്യയശാസ്ത്രത്തിന്റെ മഹിമയെക്കുറിച്ച് നിരന്തരം പറഞ്ഞിരുന്നയാളായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാനും സർക്കാരുമായി ഉണ്ടായിരുന്ന തർക്കങ്ങളുടെ കാതലും കാരണവും ആരാണ് വലുതെന്ന അധികാര തർക്കമായിരുന്നു. പകരക്കാരനായെത്തിയത് കറകളഞ്ഞ RSSകാരനായ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. സർക്കാരുമായി യോജിച്ചു പോകുമെന്ന് തോന്നിച്ച അർലേക്കർ ആദ്യം പിണങ്ങിയത് തന്നെ പ്രത്യയശാസ്ത്ര ഭിന്നതയിലാണ്. That the Bharat Mata Chitra, the photo and that image to be removed from the dais. He wanted to be removed it. Late evening, last day, I got the message. I said we will do everything possible, but we cannot remove Bharat Mata. We cannot remove our Matrubhumi. We cannot keep away. All these are the idols for which we are living. We cannot do away with this. ഭാരതമാതാവിനെ വിട്ടൊരു കളിക്കുമില്ലെന്ന് ഗവർണറും RSSന്റെ ഭാരതമാതാവിനെ അംഗീകരിക്കില്ലെന്ന് സർക്കാരും നിലപാടെടുക്കുന്നതോടെ രാജ്ഭവനും സർക്കാരും തമ്മിലുള്ള പ്രത്യയശാസ്ത്ര ഏറ്റുമുട്ടലിനു കൂടിയാണ് കളമൊരുങ്ങുന്നത്. രാജ്ഭവനിൽ ഇനിയൊരു പരിപാടിയിലും സർക്കാരിൻ്റെ ഭാഗമായവർക്ക് പങ്കെടുക്കാൻ കഴിയാതെ വരും. രാജ്ഭവന് പുറത്തുള്ള പരിപാടികളിലും ഇതേ നിലപാട് ഗവർണർ തുടർന്നാൽ സർക്കാർ വീണ്ടും ബുദ്ധിമുട്ടിലാകും. പ്രത്യയശാസ്ത്ര പോര് ഭരണപരമായ കാര്യങ്ങളിലും പ്രതിഫലിച്ചേക്കാം. പിടിച്ചുവച്ചിരിക്കുന്ന സർവകലാശാല ഭേദഗതി ബിൽ ഗവർണർ വൈകാതെ രാഷ്ട്രപതിക്ക് വിട്ടേക്കും. അതോടെ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്തേതിനു സമാനമായ തർക്കമായി ഇത് മാറും. VV അരുൺ, News 18, തിരുവനന്തപുരം.